ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടൈം 9:59 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ചാർട്ടിൽ ഒരു ഓർഡർ ബ്ലോക്ക്, ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ഒരു ഓർഡർ ബ്ലോക്കിലുള്ള ഒരു ലെവലിലാണ് നമ്മൾ എൻട്രി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് ഓർഡർ ബ്ലോക്കിൽ നമുക്കൊരു 1 മിനിറ്റ് റിവേഴ്സിൽ ഇൻട്രാഡേ റിവേഴ്സിൽ കിട്ടിയപ്പോഴാണ് നമ്മളൊരു ബുള്ളിഷ് സൈഡിലേക്ക് ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് OB ആയിട്ട് മാർക്ക് ചെയ്യാം, ബുള്ളിഷ് OB ആയിട്ട് മാർക്ക് ചെയ്യാം. 15 മിനിറ്റ് OB ആണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് FEG ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് FEG നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് എൻട്രി പ്ലാൻ ചെയ്യേണ്ടത് FEG എന്നോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ നിന്നോ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ 1 മിനിറ്റ് ചാർട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസും ചെറുതായിട്ട് വരുള്ളൂ. 15 മിനിറ്റ് ചാർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻട്രാഡേ കൺഫർമേഷൻ എടുക്കുന്നത് 1 മിനിറ്റ് കൺഫർമേഷൻ അല്ലെങ്കിൽ 3 മിനിറ്റ് കൺഫർമേഷനാണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് 1 മിനിറ്റ് കൺഫർമേഷനാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ OBയിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് FEG നമുക്ക് എൻട്രി അടിക്കാം. അപ്പോൾ നമ്മൾ എൻട്രി അടിച്ച് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് നമുക്ക് ജസ്റ്റ് ആ തൊട്ട് മുമ്പത്തെ ആ ഒരു സ്വിങ് ലോയിൽ നമുക്ക് കീപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 1:4 റേഷ്യോയിൽ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് 1:3 എങ്ങനെ ടാർഗറ്റ് ഉള്ളത് നമ്മൾ ട്രേഡ് എടുക്കാവൂ, അല്ലെങ്കിൽ നമ്മൾ ആ ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് 1:4 റേഷ്യോടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻസിൽ സ്ട്രൈക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത് നമുക്ക് എന്തായാലും റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രീമിയം ഹൈ ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി 55,600 കോളിലാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഓവറോൾ ഒരു 1,110 ഏരിയയിലാണ് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുള്ളത്. കാരണം ആ സ്ട്രൈക്ക് ചൂസ് ചെയ്യാൻ കാരണം ബാക്കിയുള്ളത് ഇത് ഇന്തമണിയാണ്. ഓൾസോ ബാക്കിയുള്ളതിന് മൂവ്മെൻറ്റ് കുറവായിരിക്കും. ഒരു മൂവ്മെൻറ്റ് കുറവായതുകൊണ്ടാണ് ഔട്ട് ഓഫ് ദി മണി ചൂസ് ചെയ്യാനായിട്ട്. നമുക്ക് എന്തായാലും ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഓവറോൾ ഒരു ചെറിയൊരു സ്മോൾ സൈഡ് വേസ് മൂവ്മെൻറ്റും കൂടി ആയതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു പ്രീമിയം ഉള്ള ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്തത്. ഓവറോൾ 1,110 ആണ് നമ്മുടെ എൻട്രി പോയിൻറ്റ്. ലോഡ് സൈസ് 30 നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് അടിക്കുമോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് നോക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് വരുന്നത് ഓവറോൾ ഒരു 20 പോയിൻറ്റ്സ് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 20 പോയിൻറ്റ്സും നിഫ്റ്റിയിൽ 8 to 10 പോയിൻറ്റ്സാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ട് നമുക്ക് ഒരു 20 പോയിൻറ്റ്സ് വയ്ക്കാം. ഓവറോൾ റിസ്ക് പെർ ലോട്ട് എന്ന് പറയുന്നത് 600 പോയിൻറ്റ്സ് ആണ്. ഇപ്പോൾ ടൈം 10:40 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് സേഫ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 40 പോയിൻറ്റ്സ് ഓപ്ഷനിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 40 മിനിറ്റ്സ് ടൈം എടുത്തു ഒരു സേഫ് ടാർഗറ്റ് തന്നെ ഹിറ്റ് ആവാനായിട്ട്. അപ്പോൾ ഓവറോൾ ഒരു ചെറിയ മൂവ്മെൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ സാധാരണ നമുക്ക് ഇത്ര ടൈമൊന്നും എടുക്കേണ്ടതല്ല, പക്ഷേ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും 20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. എന്തായാലും ഒരു ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ് എടുത്ത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. പുതിയൊരു BOSും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ BOSൻ്റെ സ്വിങ് ലോയിലേക്ക് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ കയറ്റി വയ്ക്കാം. ഇങ്ങനെയാണ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ 20 പോയിൻറ്റ്സ് റിസ്ക് വെച്ചു. ഇപ്പോൾ ഇത് ട്രെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ ചിലപ്പോൾ കോസ്റ്റ് അല്ലെങ്കിൽ ഓവറോൾ ഒരു 10 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റീസിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഈച്ച് BOSോ അല്ലെങ്കിൽ പുതിയ ഷിഫ്റ്റ് പുതിയ സ്ട്രക്ചർ ബ്രേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വയ്ക്കാവുന്നതാണ്. മാനുവലായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് മാറ്റുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റോപ്പ് ലോസ് ഓരോ BOS കഴിയുമ്പോഴും അതിൻ്റെ സ്വിങ് ലോയിലേക്ക് കയറ്റി വയ്ക്കാവുന്നതാണ്. ഇനി എന്തായാലും നമ്മൾ അടുത്ത ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 50% മൂവ്മെൻറ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓൾസോ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ മോർണിംഗ് സെഷനിലൊക്കെ നമ്മൾ നല്ല ലെവൽസുകൾ കിട്ടുമ്പോൾ നമ്മളതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ട്രേഡേഴ്സിന് മാത്രമേ ഞങ്ങളത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മുടെ അണ്ടറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ഒരു സപ്പോർട്ട് എന്ന നിലയിലാണ് നമ്മൾ ആ ഒരു പ്രീമിയം സർവീസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ പേയ്മെൻ്റ് ഒന്നും വാങ്ങിച്ചിട്ടുള്ളൊരു സർവീസ് അല്ല അത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കോൺടാക്റ്റ് ചെയ്തുകൊള്ളുക. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവുമോ അതോ സ്റ്റോപ്പ് ലോസിക്ക് എത്തുമോ ഇല്ലയോ എന്ന് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടൈം 10:51 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 75% നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരുന്ന 55,600 കോള് സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 70+ പോയിൻറ്റ്സ് മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 25% കൂടി ഇനി മൂവ് ചെയ്യാനുണ്ട്. നമുക്ക് പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക എന്നതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആകെ നോക്കേണ്ടത് ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 12:33 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ടാർഗറ്റിൽ ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 40 പോയിൻറ്റ്സ് അവസാനത്തെ 25% മൂവ് ചെയ്യാനായിട്ട് ടൈം എടുത്തു. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരുന്ന ടാർഗറ്റ് എല്ലാം ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 110 പോയിൻറ്റ്സ് മൂവ്മെൻറ്റ് നമുക്ക് ഈ സ്ട്രൈക്കിൽ ബാങ്ക് നിഫ്റ്റി 55,600 കോളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓൾസോ നമ്മുടെ ഡെയിലി ലെവൽസുകളും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ലെവൽസുകൾ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്രയുള്ള ഈ വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.